സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനുമായി സഹകരിക്കുമെന്ന് പൂക്കോട് വെറ്ററിനറി സർവകലാശാല VC ഡോക്ടർ KS അനിൽ. അന്വേഷണത്തിനുള്ള തുക സർവകലാശാല നൽകും. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാനാകുന്നതെല്ലാം ചെയ്യുമെന്നും VC പറഞ്ഞു. സിദ്ധാർത്ഥന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ടു, അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടിട്ടുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ല, കുടുംബത്തിന് കൺസേൺ ഇതിങ്ങനെ നേരത്തെ ഒരു പിള്ളേരുടെ പ്രശ്നം വന്നതിൻ്റെ ഒരു വിഷമം പറഞ്ഞു. എന്തായാലും എല്ലാം ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പരിധിയിൽ വന്നു കഴിഞ്ഞു. വിസിയോട് എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിച്ചു എന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശും പറഞ്ഞു. ഇതിനു മുമ്പ് 2 VC വന്നിട്ട് പോയി എല്ലാം ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ശരിയാക്കിയല്ലോ. അപ്പോൾ അതുപോലെ എല്ലാ ഇദ്ദേഹം ഒന്നും എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഞാൻ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. മുമ്പ് വന്നുള്ളവർ അങ്ങനെയല്ല, വിശദമായിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ല. അപ്പോൾ അതുപോലെയല്ല, അദ്ദേഹം നല്ലൊരു കാര്യവിവരമുണ്ടെന്ന് തോന്നുന്നു. എല്ലാ കാര്യവും വിശദമായിട്ട് മനസ്സിലാക്കി. കോളേജിൽ ഇടപെടാൻ പറ്റിയ കാരണത്തിനെക്കുറിച്ച് ഒരു 10 പോയിൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് അത് കൊടുത്തത് അദ്ദേഹം ഇത് ഉറപ്പായിട്ടും ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഉറപ്പായിട്ടും അദ്ദേഹം ചെയ്യും. സുനീഷ എല്ലൂർ വിശദാംശങ്ങളുമായി. സുനീഷ, എന്തൊക്കെയാണ് VC സിദ്ധാർത്ഥന്റെ പിതാവുമായി സംസാരിച്ചത്? പിതാവ് കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. തീർച്ചയായും നികേഷ്, പുതിയ VCയുമായിട്ടുള്ള സംസാരത്തിൽ ഏതായാലും കൂടുതൽ ആത്മവിശ്വാസം തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം മൂന്നാമതായി ചുമതലയേൽക്കുന്ന ഒരു VC ആയിരിക്കും KS അനിൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഈ PC ശശീന്ദ്രൻ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നാലെ തന്നെ പുതിയ VCയെ ചുമതലയേൽക്കുകയും ചെയ്യുന്നു. KS അനിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തുകയും ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സിദ്ധാർത്ഥന്റെ കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ തന്നെ കൃത്യമായി കുടുംബത്തിന് കേൾക്കാനുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് എന്നും തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്നും VC മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിക്കുകയും ചെയ്യുകയുണ്ടായി. കാരണം അന്വേഷണ പരിധിയിൽ വരുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഗവർണർ മറ്റൊരു അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് അനുകൂലമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് VC പറയുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസത്തെ അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തിയപ്പോൾ തന്നെ അതിന് വേണ്ട പണം സർവകലാശാല നൽകണമെന്നതുകൂടി ഗവർണറുടെ ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അന്വേഷണത്തിന് ആവശ്യമായ തുക സർവകലാശാല നൽകുമെന്നത് തന്നെയാണ് VC ഇപ്പോൾ പ്രതികരിക്കുകയുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറ്റമറ്റതാക്കാൻ, ഈ അന്വേഷണം കുറ്റമറ്റതാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും ഈ സംശയത്തിന് ഇടവരാതിരിക്കാനായി VCയുടെ സെക്രട്ടേറിയറ്റിലെ ഈ വൈസ് ചാൻസലറിന്റെ സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളെ എല്ലാം മാറ്റുമെന്നൊരു കാര്യം കൂടി ഇന്ന് പുതിയ VC പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും VC കുടുംബത്തെ കണ്ടു, കാര്യങ്ങൾ കേട്ടു, VCക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാമെന്നും പറഞ്ഞു. ഈ VCയുടെ ഉറപ്പിൽ ആത്മവിശ്വാസമുണ്ട് എന്നത് തന്നെയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പും 2 VCമാർ വീട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അവരൊന്നും ചെയ്യാത്ത രീതിയിൽ കുറച്ചുകൂടി തങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയും VC കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ VCക്ക് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളിലൊക്കെ VC ഇടപെടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവയ്ക്കുകയും ചെയ്തത്. നികേഷ്.